you are ill-related by every rub, then how will you be polished? Yes, this is Safna for Success Academy with some current affairs. So, എന്തൊക്കെയാണ് ഇന്നത്തെ current affairs എന്ന് നമുക്ക് നോക്കാം. So, the first question goes like this. Nepal along with which country announced the new official height of Mount Everest? Mount Everest inde പുതിയ ന്യൂ ഹൈറ്റ് ഒഫീഷ്യൽ ഹൈറ്റ് റീസെൻ്റ് ആയിട്ട് നേപ്പാൾ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ കൂടെ അതായത് നേപ്പാളിൻ്റെ കൂടെ ഏത് രാജ്യമാണ് അലോങ് വിത്ത് നേപ്പാൾ ഈ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഇറ്റ് ഈസ് ചൈനയാണ്. ബിക്കോസ് ഇവർ തമ്മിൽ ഓൺഗോയിങ് ഡിബേറ്റ് ആയിരുന്നു ഈ മൗണ്ട് എവറസ്റ്റിനെ കുറിച്ച്. ഒരു ഹൈറ്റിൻ്റെ കാര്യത്തിൽ ഓൺഗോയിങ് ഡിബേറ്റ് ആയിരുന്നു. പാസ്റ്റ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇതിൻ്റെ പേരിൽ സ്ട്രഗിളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു ഹൈറ്റിലൊരു തീരുമാനം ആവാതെ. ആൻഡ് ലാസ്റ്റ് ഇയർ ആണ് ഡ്യൂ ടു ദി ചൈനീസ് പ്രസിഡൻസ് വിസിറ്റോട് കൂടിയാണ് ഇത് അളക്കാനായിട്ട് തുടങ്ങിയത്. അതിനു മുമ്പ് അതായത് 165 വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഒരു മൗണ്ട് എവറസ്റ്റ് അളന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ബൈ ഇന്ത്യൻ മാത്തമാറ്റീഷ്യൻ ആണ്. സർവേസും കാൽക്കുലേഷൻസിലും ഒക്കെ കൂടെ ആയിട്ട് ഒത്തിരി വർഷങ്ങളെടുത്ത് ഈ ഒരു എന്താ പറയുക ഹൈറ്റ് അളന്നത്. ആൻഡ് 0.08 0.08 മീറ്റേഴ്സിൻ്റെ ഹൈറ്റ് കൂടുതലാണ് ഇപ്രാവശ്യം അളന്നതിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇതോടുകൂടി 8848.86 ആണ് ഇപ്പോഴത്തെ മൗണ്ട് എവറസ്റ്റ്, ദ ടോളസ്റ്റ് മൗണ്ടെയിൻ ഇൻ ദ വേൾഡ് ആയിട്ടുള്ള മൗണ്ട് എവറസ്റ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ നേപ്പാളിൻ്റെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള പ്രദീപ് ഗ്യാവാലി ആൻഡ് ഹിസ് ചൈനീസ് കൗണ്ടർ പാർട്ടായിട്ടുള്ള വാങ് യി ആണ് ഈ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ചൈനയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബെയ്ജിംഗ് ആണ്. ആൻഡ് ചൈനയുടെ കറൻസി ഈസ് റെൻമിൻബി. ആൻഡ് ചൈനീസ് പ്രസിഡൻറ്റ് ഈസ് ഷീ ജിൻപിങ് ആൻഡ് ചൈനീസ് പ്രീമിയർ ഈസ് ലേ കെക്വേങ്. ആൻഡ് നേപ്പാളിൻ്റെ ക്യാപിറ്റൽ ഈസ് കാഠ്മണ്ഡു. ആൻഡ് നേപ്പാളിൻ്റെ പ്രസിഡൻറ്റ് ഈസ് ബിദ്യാദേബി ഭണ്ഡാരി. ആൻഡ് അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ഈസ് കെ പി ശർമ്മ ഒലിയോങ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് പേഷ്യൻ ഇൻ ദ വേൾഡ് ടു റിസീവ് ദ Pfizer കൊറോണ വൈറസ് ജാബ്. അതായത് റീസെൻ്റ് ആയിട്ട് ബ്രിട്ടീഷ് പ്രസിഡൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ബ്രിട്ടൻ അനൗൺസ് ചെയ്തു ദേ ആർ ഗോയിങ് ടു ടേക്ക് എ ലാർജസ്റ്റ് വാക്സിൻ ക്യാമ്പയിൻ. സോ വാക്സിനേഷൻ തുടങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ആരാണ് ആദ്യത്തെ ജാബ് സ്വീകരിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, കൊറോണ വൈറസിൻ്റെ കുത്തിവയ്പ്പ്. ആൻഡ് ഇറ്റ് ഈസ് മാർഗ്രറ്റ് കീനൻ ആണ് ഇത് സ്വീകരിച്ചത്. 90 വയസ്സുള്ള ബ്രിട്ടൻ്റെ ഗ്രാൻഡ് മദർ ഓഫ് 4 തലമുറയിൽപ്പെട്ട ഒരു മുത്തശ്ശിയാണ് ഈ ഒരു, അതായത് മാർഗ്രറ്റ് കീനൻ ആണ് ഈ ഒരു ജാബ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ക്ലിനിക്കൽ അപ്രൂവൽ NHS ലോഞ്ച് ചെയ്തിട്ടുള്ള ദ ബിഗ്ഗസ്റ്റ് വാക്സിൻ ക്യാമ്പയിൻ എവർ ൻ്റെ ഭാഗമായിട്ടുള്ള ക്ലിനിക്കൽ അപ്രൂവലിലാണ് മാർഗ്രറ്റ് കീനൻ തൻ്റെ സ്വന്തം ലോക്കൽ ഹോസ്പിറ്റലിൽ കോൺവെൻട്രിയിലുള്ള ലോക്കൽ ഹോസ്പിറ്റലിൽ പോയി ജാബ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ബ്രിട്ടൻ ഈസ് ദ ഫസ്റ്റ് വെസ്റ്റേൺ കൺട്രി ടു സ്റ്റാർട്ട് ദ വാക്സിനേഷൻ ഇൻ ജനറൽ പോപ്പുലേഷൻ. ഓക്കെ, സോ ബ്രിട്ടൻ്റെ ക്യാപിറ്റൽ ഈസ് ലണ്ടൻ. ആൻഡ് ബ്രിട്ടൻ്റെ കറൻസി എന്ന് പറയുന്നത് പൗണ്ട് സ്റ്റെർലിംഗ് ആണ്. ആൻഡ് ബ്രിട്ടൻ്റെ പ്രൈം മിനിസ്റ്റർ ഈസ് ബോറിസ് ജോൺസൺ. ആൻഡ് ക്വീൻ എലിസബത്ത് ആണ് അവിടെ ഭരിക്കുന്നത്. ഓക്കെ, ക്വീൻ എലിസബത്ത് II. ആൻഡ് ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നരീന്ദർ സിംഗ് കപാനി passed away recently. He is associated with which field? നരീന്ദർ സിംഗ് കപാനി എന്ന് പറയുന്ന അദ്ദേഹം റീസെൻ്റ് ആയിട്ട് പാസ്ഡ് അവേ ചെയ്തു. സോ അദ്ദേഹം ഏത് ഫീൽഡുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഹീ ഈസ് ഫിസിസ്റ്റ് ആയിട്ടുള്ള ആളാണ്. ആൻഡ് ഹീ ഈസ് ഓൾസോ നോൺ ആസ് ഫാദർ ഓഫ് ഫൈബർ ഒപ്റ്റിക്സ്. ഓക്കെ, ഫാദർ ഓഫ് ഫൈബർ ഒപ്റ്റിക്സ്. He is an Indian born American physicist ആണ്. ആൻഡ് ഹീ ഈസ് ബോൺ ഇൻ പഞ്ചാബിലെ മോഗയിലാണ് അദ്ദേഹം ജനിച്ചത്. ഓക്കെ. ആൻഡ് ഫസ്റ്റ് ടു ട്രാൻസ്മിറ്റ്, അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീ ഈസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു ട്രാൻസ്മിറ്റ് ഇത്തരത്തിലൊരു കണ്ടുപിടുത്തം കൊണ്ടുവന്നത്. അതായത് ഇമേജസ് ട്രാൻസ്മിറ്റ് ത്രൂ ഫൈബർ ഒപ്റ്റിക്സ്
വയർ ഇൻ 1954. 1954 ഈ ഒരു കണ്ടുപിടുത്തം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഇമേജസ് ട്രാൻസ്മിറ്റിംഗ് ഇമേജസ് ത്രൂ ഫൈബർ ഒപ്റ്റിക്സ്. അതുപോലെ തന്നെ ഹി ലെയ്ഡ് ഫൗണ്ടേഷൻ ഫോർ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ടെക്നോളജി. ഓക്കെ, ആൻഡ് അത് മാത്രമല്ല ഹീ ഈസ് ഓൾസോ നോൺ ആസ് ദ പാട്രൺ ഓഫ് സിക് ആർട്സിൻ്റെ പാട്രൺ ആണെന്നും അദ്ദേഹം അറിയപ്പെടുന്നു. ആൻഡ് ഓൾസോ ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ലേസേഴ്സ്, ബയോമെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻസ്, സോളാർ എനർജി ആൻഡ് പൊല്യൂഷൻ മോണിറ്ററിങ് ആൻഡ് ഇതുപോലെ തന്നെ 100 കണക്കിന് പേറ്റൻ്റ് ആണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഉള്ളത്. ആൻഡ് 94-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്. ആൻഡ് 10 മോസ്റ്റ് റിനൗണ്ട് സിക്സ് ഇൻ ദ വേൾഡിൽ ഒരാളാണ് അദ്ദേഹം. ആൻഡ് ഹീ ഈസ് ഓൾസോ നോൺ ആസ് ദ നെയിംഡ് വൺ ഓഫ് ദ 7 അൺസങ് ഹീറോസ് ബൈ Fortune magazine and called businessman of the country in its issue of November 22, 1999. Okay, 1999 നവംബർ 22-ാം ദിവസത്തിലെ ഇഷ്യൂവിൽ, അതായത് ഫോർച്യൂൺ മാഗസീൻ്റെ ആ ദിവസത്തെ ഇഷ്യൂവിൽ 7 അൺസങ് ഹീറോസിലെ ഒരാൾ ഇദ്ദേഹമായിരുന്നു. ആൻഡ് ഹീ ഈസ് ഓൾസോ കോൾഡ് ദ ബിസിനസ് മാൻ ഓഫ് ദ സെഞ്ചുറി. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ ഈസ് ദ ഇനോഗ്രൽ CEO ഓഫ് WHO ഫൗണ്ടേഷൻസ്? റീസെൻ്റ് ആയിട്ട് WHO കീഴിൽ ഒരു ഫൗണ്ടേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ ഇനോഗ്രൽ CEO ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള അനിൽ സോണിയാണ് അതിൻ്റെ ഇനോഗ്രൽ CEO എന്ന് പറയുന്നത്. ഇനീഷ്യലി ഹി വാസ് ദ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് ദ ഗ്ലോബൽ ഫണ്ട് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് എയ്ഡ്സ്, മലേറിയ, ട്യൂബർകുലോസിസ് ഫ്രം 2002 to 2004. 2002 മുതൽ 2004 വരെ അദ്ദേഹം he was the executive director of the Global Fund to fight against AIDS, malaria, tuberculosis, and he also worked alongside the WHO. അദ്ദേഹം WHO കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഫൗണ്ടേഷൻ എന്തിനാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു അഡ്രസ് ദ മോസ്റ്റ് പ്രസ്സിങ് ഹെൽത്ത് ചാലഞ്ചസ് മോസ്റ്റ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഹെൽത്ത് ചാലഞ്ചസിൻ്റെ അക്രോസ് ദ വേൾഡ് കണ്ടുപിടിച്ച് അതിന് പരിഹാരം കൊണ്ടുവരിക എന്നുള്ള ഒരു രീതിക്കാണ് ഇത്തരത്തിലൊരു ഫൗണ്ടേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് ജനുവരി 1, 2021 അദ്ദേഹം ചാർജ് എടുക്കുന്നത്. ആൻഡ് ഹി ജോയിൻസ് ഫ്രം വിയാട്രിസിൽ നിന്നാണ് അദ്ദേഹം ജോയിൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ഗ്ലോബൽ ഹെൽത്ത് കെയർ കമ്പനി. ആൻഡ് അവിടെ അദ്ദേഹം ഹെഡ് ഓഫ് ദ ഗ്ലോബൽ ഇൻഫെക്ഷ്യസ് ഡിസീസസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഗ്ലോബൽ ഇൻഫെക്ഷ്യസ് ഡിസീസസിൻ്റെ ഹെഡായിട്ടാണ് അദ്ദേഹം കറൻ്റ്ലി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who virtually inaugurated the construction work of Agra Metro project? ആഗ്രയിലെ മെട്രോ പ്രോജക്റ്റിന് ഫൗണ്ടേഷൻ സ്റ്റോൺ ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹൂ ലേഡ് ദ ഫൗണ്ടേഷൻ സ്റ്റോൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദി. ആൻഡ് 29.4 കിലോമീറ്റർ ആണ് ഈ മെട്രോൻ്റെ ദൂരം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വിൽ കണക്ട് ദ മേജർ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ലൈക്ക് താജ്മഹൽ, ആഗ്ര ഫോർട്ട്, സിക്കന്ദ്ര തുടങ്ങിയ ഒത്തിരി അട്രാക്ഷൻസ്, അതായത് ഡൽഹിയിലുള്ള അട്രാക്ഷൻസിനെ കണക്ട് ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻസ്, ബസ് സ്റ്റേഷൻസ് ഒക്കെ ആയിട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത്. അതായത് ഈ ഒരു മേജർ ടൂറിസ്റ്റ് സ്പോട്ടുകളും റെയിൽവേ സ്റ്റേഷൻസ്, ബസ് സ്റ്റാൻഡ് പോലുള്ളവരെ കണക്ട് ചെയ്യുന്ന 29.4 കിലോമീറ്റർ ദൂരത്തേക്കുള്ള മെട്രോ റെയിൽ സ്റ്റേഷനാണ് വരുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ബെനിഫിറ്റ്സ് ദ 26 lakh പീപ്പിൾ ആണ് ഇതുമൂലം ബെനിഫിറ്റഡ് ആവാൻ പോകുന്നത്. ആൻഡ് 60 ലക്ഷം ടൂറിസ്റ്റുകൾക്കാണ് കാറ്ററിംഗ് സർവീസും നടത്തുന്നത്. 8,000 കോടി രൂപയാണ് ഇതിൻ്റെ നിർമ്മാണ ചെലവ് എന്ന് പറയുന്നത്. വരും 5 വർഷങ്ങൾ കൊണ്ട് തന്നെ ഈ ഒരു മെട്രോ പൂർത്തീകരിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇത് വരുന്നത് ഉത്തർപ്രദേശിലാണ്. ഓക്കെ, UP-യിലാണ് ഇത് വരുന്നത്. മേജർ ടൂറിസ്റ്റ് സ്പോട്ടുകളെ കണക്ട് ചെയ്യുന്ന ഒരു മെട്രോ പ്രോജക്റ്റ് ആണ്. ആൻഡ് ലൈക്ക് താജ്മഹൽ, ആഗ്ര ആൻഡ് സിക്കന്ദ്ര പോലെയുള്ള സ്ഥലങ്ങൾ. ഓക്കെ, സോ UP-യുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലക്നൗ ആണ്. ആൻഡ് UP ചീഫ് മിനിസ്റ്റർ ഈസ് യോഗി ആദിത്യനാഥ്. ആൻഡ് UP-യുടെ ഗവർണർ എന്ന് പറയുന്നത് ആനന്ദിബെൻ പട്ടേലാണ്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ബാങ്ക് ലോഞ്ചസ് iMobile Pay ആപ്പ്? ഏത് ബാങ്കാണ് iMobile Pay ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ബാങ്കിലെ കസ്റ്റമേഴ്സ് ആയാലും അവർക്ക് പേയ്മെൻറ്റും അതുപോലെ തന്നെ ബാങ്കിങ് സർവീസസും ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്പാണ് ICICI ബാങ്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ICICI ബാങ്കാണ് ഈ ഒരു iMobile Pay എന്ന് പറയുന്ന ഈ ഒരു ആപ്പ് കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് ഇതുമൂലം ഏത് ബാങ്കിലെ കസ്റ്റമേഴ്സ് ആയാലും അവർക്ക് ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാനും UPI ID ജനറേറ്റ് ചെയ്യാനും
പേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനും ഷോപ്പിംഗ്, ട്രാൻസ്ഫർ ഫണ്ട്സ്, ഏതൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായാലും ആൻഡ് മറ്റ് പേയ്മെൻറ്റ്, അതുപോലെ തന്നെ ഡിജിറ്റൽ വാലറ്റിംഗ്, ബിൽ പേയ്മെൻറ്റ്, ഓൺലൈൻ റീചാർജസ് തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു ആപ്പ് വഴി ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ലൈക്ക് അവർ ഗൂഗിൾ പേ പോലെ. പക്ഷേ ഈ ഒരു ഏത് ബാങ്ക് അക്കൗണ്ടിലുള്ള ആൾക്കാർക്കായാലും ഈ ഒരു ICICI ബാങ്കിൻ്റെ ഈ ഒരു ആപ്പ് വഴി നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അതുമൂലം അവരുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ICICI ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മുംബൈ ആണ്, മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ്. ആൻഡ് ICICI ബാങ്കിൻ്റെ MD ആൻഡ് CEO എന്ന് പറയുന്നത് സന്ദീപ് ബക്ഷിയാണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Orcha Gwalior has included in UNESCO site World Heritage City. Where is it situated? യുനെസ്കോൻ്റെ വേൾഡ് ഹെറിറ്റേജ് സിറ്റിയിലേക്ക് ഓർച്ച, ഗ്വാളിയോർ എന്നീ പറയുന്ന സ്ഥലങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ അത് ഏത് സ്റ്റേറ്റിലാണുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഇറ്റ് ഈസ് ഇൻ മധ്യപ്രദേശിലാണ് അതുള്ളത്. ആൻഡ് ഗ്വാളിയോർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെൽ നോൺ ഫോർ ഇറ്റ്സ് പാലസസ്, ടെമ്പിൾസ്, കൊട്ടാരങ്ങൾ, അതുപോലെ തന്നെ അമ്പലങ്ങൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ പേര് കേട്ടിട്ടുള്ളത്. ആൻഡ് അവിടുത്തെ സാർ ബാഹുക മന്ദിർ എന്ന് പറയുന്ന ഒരു ടെമ്പിളും വളരെ ഫേമസ് ആണ്. ഇൻട്രിക്കലി കാർവ്ഡ് ചെയ്തിട്ടുള്ളൊരു ടെമ്പിളാണത്. ആൻഡ് ഇത് 9ാം നൂറ്റാണ്ടിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 9th സെഞ്ച്വറിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്ഥലം ഇറ്റ് ഈസ് റൂൾഡ് ബൈ ഗുർജാർ പ്രതിഹാർ രാജ്വംശ്, തോമർ, ബേഗൽ കച്വാഹോ ആൻഡ് സിന്ധിയൻ തുടങ്ങിയ ആൾക്കാർ ഭരിച്ചിട്ടുള്ളത്. ആൻഡ് ഇവിടുത്തെ അർബൻ ലാൻഡ്സ്കേപ്പ് സിറ്റി പ്രോഗ്രാമിനാണ് യുനെസ്കോ തങ്ങളുടെ വേൾഡ് ഹെറിറ്റേജ് സിറ്റി സൈറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, സോ യുനെസ്കോൻ്റെ ടീം നെക്സ്റ്റ് ഇയറിൽ ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്തൊക്കെ പുതിയ ഡെവലപ്മെൻറ്റ്സ് അവിടുത്തെ ഒരു സാധനത്തിനും കോട്ടം വരുത്താതെ ചെയ്യാൻ കഴിയും എന്നൊരു സ്റ്റഡി കണ്ടക്ട് ചെയ്തിട്ട് അവിടെ ഡെവലപ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് നടത്താനാണ് തീരുമാനം. ആൻഡ് ഓൾസോ ഇത് ബാക്കിയുള്ള ഹെറിറ്റേജ് സൈറ്റുകൾ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഹെറിറ്റേജ് സൈറ്റുകൾക്കൊക്കെ ഒരു മാതൃകയായിരിക്കും എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who won the 3rd Rabindranath Tagore Literary Prize? 3rd രവീന്ദ്രനാഥ് ടാഗോർ ലിറ്റററി പ്രൈസ് ഈ വർഷം ആർക്കാണ് ലഭിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഇറ്റ് ഈസ് രാജ്കമൽ ഝാ. രാജ്കമൽ ഝായ്ക്കാണ് തൻ്റെ ബുക്കായിട്ടുള്ള ദ സിറ്റി ആൻഡ് ദ സീ എന്ന് പറയുന്നതിനാണ് അദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളത്. 3rd ലിറ്റററി പ്രൈസ് എന്ന് പറയുമ്പം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. യെസ്, ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2018. 2018 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആൻഡ് ഇറ്റ് ഈസ് എ US ബേസ്ഡ് പബ്ലിഷർ ആയിട്ടുള്ള പീറ്റർ ബുണ്ടാലോ ആണ് ഇതിൻ്റെ ഒരു ഓണർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് പബ്ലിഷ്ഡ് ബൈ പീറ്റർ ബുണ്ടാലോ ആൻഡ് ഇറ്റ് ഈസ് to celebrate the world peace, literature, art, education and human rights പോലുള്ള കാര്യങ്ങളെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനൊരു ബൂസ്റ്റ് കൊടുക്കുക എന്നുള്ളതിൻ്റെ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു പ്രൈസ് കൊടുക്കുന്നത്. ആൻഡ് രാജ്കമൽ ഝാ ഈസ് ദ ചീഫ് എഡിറ്റർ ആൻഡ് റൈറ്റർ ഓഫ് ദ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ചീഫ് എഡിറ്ററും റൈറ്ററും ആണ് ഈ രാജ്കുമാർ ഝാ എന്ന് പറയുന്നത്. ആൻഡ് നിർഭയ കേസ് നമുക്കറിയാം, ഇന്ത്യയെ തന്നെ ഒന്ന് നടുക്കിയ ഒരു കേസാണ് നിർഭയ കേസ്. സോ അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പാറ്റേണിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. ആൻഡ് സുൽത്താൻ ഖാബൂസ്, ലേറ്റ് സുൽത്താൻ ഓഫ് ഒമാൻ, ഒമാൻ്റെ ലേറ്റ് സുൽത്താൻ ഓൾസോ ആൻഡ് ദ പീപ്പിൾ ഓഫ് ഒമാൻ, സുൽത്താൻ ഖാബൂസിനാണ്. ആൻഡ് ഓൾസോ കൊറിയോഗ്രാഫർ സന്ദീപ് സോപാർക്കാറിനാണ് ഇന്ത്യയിൽ നിന്ന് ഈ ഒരു പ്രൈസ്, അതായത് ദിസ് പ്രൈസ് ഫോർ സോഷ്യൽ അച്ചീവ്മെൻറ്റിന് നേടിയിട്ടുള്ളത്. ഓക്കെ, സോ തേർഡ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സെക്കൻഡും ഇറ്റ് ഈസ് ഫോർ സുൽത്താൻ ഖാബൂസ്, ലേറ്റ് സുൽത്താൻ ഓഫ് ഒമാൻ ആൻഡ് ദ പീപ്പിൾ ഓഫ് ഒമാൻ, ആൻഡ് ഓൾസോ കൊറിയോഗ്രാഫർ സന്ദീപ് സോപാർക്കാർ. ഓക്കെ, ഇവർക്കാണ് ഇതിനു മുമ്പ് ഈ ഒരു പ്രൈസ് സോഷ്യൽ അച്ചീവ്മെൻറ്റിൽ നേടിയിട്ടുള്ളത്. ആൻഡ് ലിറ്റററി ഡയറക്ടർ ഓഫ് രവീന്ദ്രനാഥ് ടാഗോർ ലിറ്റററി പ്രൈസ് എന്ന് പറയുന്നത് മാജ മർക്കുണോവിക്. ഓക്കെ, മാജ മർക്കുണോവിക്. Okay, fine. So let's move on to the next question. When is International Anti-Corruption Day? എന്നാണ് ഇന്റർനാഷണൽ ആൻറ്റി കറപ്ഷൻ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഇറ്റ് ഈസ് ഓൺ ഡിസംബർ 9th ഇത് ഒബ്സർവ് ചെയ്യുന്നത്. അവയർനെസ് ഓൺ കറപ്ഷനെതിരെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതിനും ആൻഡ്
of the role of the convention in combating and preventing it. UN-ന്റെ റോള് കറപ്ഷനിലുള്ള, അതായത് കറപ്ഷനെതിരെ കോമ്പാറ്റ് ചെയ്യുന്നതിനും പ്രിവെൻറ്റ് ചെയ്യുന്നതിനും അവരുടെ റോളും ഒന്ന് റേസ് ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഡേ ഒബ്സർവ് ചെയ്യുന്നത്. ആൻഡ് 2003 UN ജനറൽ അസംബ്ലിയിൽ ഇതിനെക്കുറിച്ച് ഒരു കൺവെൻഷനിൽ ഇതിനെക്കുറിച്ച് ഒരു പ്രമേയം അവതരിപ്പിക്കുന്നത്. ആൻഡ് 2005 ഇത് ഒബ്സർവ് ചെയ്ത് തുടങ്ങിയത്, ഡിസംബറിലാണ് ഇത് ഒബ്സർവ് ചെയ്ത് തുടങ്ങിയത്. ആൻഡ് ഇറ്റ് ഈസ് കമ്മിങ് അണ്ടർ ദ UNDP, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെയും അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓഫ് ഡ്രഗ്സ് ആൻഡ് ക്രൈംസിൻ്റെ കീഴിലുമാണ് ഈ ഒരു ഡേ ഒബ്സർവ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇന്ന് വേറൊരു ദിവസവും കൂടിയാണ്. ഇറ്റ് ഈസ് ദ ഇൻ്റർനാഷണൽ ഡേ ഓഫ് കൊമമറേഷൻ and dignity of the victims of the crime of genocide and of the prevention of this crime. Genocide എന്ന് പറഞ്ഞാൽ കൂട്ടക്കുരുതി കൊടുക്കുക എന്നുള്ളതാണ്. സോ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനും ഇതിനെതിരെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതിനുമാണ് ഇത്തരത്തിലൊരു ഡേ ഒബ്സർവ് ചെയ്യുന്നത്. ആൻഡ് 2020 ഈ വർഷം ഇറ്റ് ഈസ് ദ 72nd 72ാമത് കോമമറേഷൻ ഡേ ആനിവേഴ്സറി ആണ്. 72nd ആനിവേഴ്സറി ഓഫ് ദി 1948 കൺവെൻഷൻ. 1948 വന്ന കൺവെൻഷൻ ഓൺ ദ പ്രിവെൻഷൻ ഓഫ് ആൻഡ് പണിഷ്മെൻറ്റ് ഓഫ് ദ ക്രൈം ഓഫ് ജനോസൈഡ്. അതായത് ഇത്തരത്തിലൊരു ഡേ, ഇത്തരത്തിലൊരു ട്രീറ്റി സൈൻ ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു ഡേ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ട്രീറ്റി, അതായത് കൺവെൻഷൻ ഓൺ ദ പ്രിവെൻഷൻ ആൻഡ് പണിഷ്മെൻറ്റ് ഓഫ് ദ ക്രൈം ഓഫ് ജനോസൈഡ് എന്ന് പറയുന്ന ട്രീറ്റി ഇസ് ദ ഫസ്റ്റ് ഹ്യൂമൻ റൈറ്റ്സ് ട്രീറ്റി അഡോപ്റ്റഡ് ബൈ ദ ജനറൽ അസംബ്ലി. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ഇന്ത്യ ഇൻ ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ്? ഇന്ത്യയുടെ ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസിൽ ഇന്ത്യയുടെ പൊസിഷൻ എത്രാമത്തെ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസിൻ്റെ ഇൻഡെക്സിൽ. ഓക്കെ, സോ ഇറ്റ് ഈസ് 10th. കഴിഞ്ഞ 2 വർഷമായിട്ട് ഇന്ത്യ ടോപ്പ് 10 പൊസിഷനിൽ തന്നെ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം 9th പൊസിഷനിലായിരുന്നു. ആൻഡ് ഈ വർഷം ഇത് 10th പൊസിഷനിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ആൻഡ് 2014 ഇത് 31st പൊസിഷനിലായിരുന്നു ഇന്ത്യ. ഓക്കെ, ഇതിൻ്റെ 31st പൊസിഷനിലായിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് ജർമ്മനി ഹു ഈസ് റിവീലിംഗ് ദിസ് ഇൻഡെക്സ്. 90% ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന 57 രാജ്യങ്ങളും പ്ലസ് യൂറോപ്യൻ യൂണിയൻ്റെയും ലിസ്റ്റിൽ നിന്നാണ് ഈ ഒരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ബിഗ്ഗസ്റ്റ് കറൻറ്റ് എമിറ്റർ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആയിട്ടുള്ള ചൈനയാണ് കറൻ്റ്ലി ദ ബിഗ്ഗസ്റ്റ് എമിറ്റർ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. സോ ചൈനയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 33rd പൊസിഷനാണ്. ആൻഡ് ലാർജസ്റ്റ് ഹിസ്റ്റോറിക്കൽ പൊല്യൂട്ടർ എന്ന് പറയുന്നത് USA ആണ്, ലാർജസ്റ്റ് ഹിസ്റ്റോറിക്കൽ പൊല്യൂട്ടർ. സോ അതായത് അമേരിക്കയുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഏറ്റവും ബോട്ടം പൊസിഷനാണ്. ആൻഡ് 4 കാറ്റഗറിയിലാണ് ഈ ഒരു അവാർഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻ, റിന്യൂവബിൾ എനർജി യൂസേജ് ആൻഡ് ക്ലൈമറ്റ് പോളിസി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു ഇൻഡെക്സ് തയ്യാറാക്കുന്നത്. ഓക്കെ, yes, it's time for bonus affairs. പ്രവാസി ഭാരതീയ ദിവസ് സമ്മാൻ പുരസ്കാര നിർണയ ജൂറിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാളിയാണ് MA യൂസഫ് അലി. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായി നിയമിക്കപ്പെട്ട മലയാളിയാണ് രാധാകൃഷ്ണൻ നായർ. ഓക്കെ, സോ ഇന്നത്തെ കറണ്ട് അഫയേഴ്സും ബോണസ് അഫയേഴ്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. സോ താങ്ക് യു.